ഡ്യൂൺ ബാഷിങ്ങിന് പോവുകയാണ്. ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോവാ. ഞാൻ ഇവിടെ 2 വർഷമായി വന്നിട്ട് ഇതുവരെ ഞാൻ ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടില്ല. സോ ഇപ്പൊ ഇവിടുത്തെ വിന്റർ തീർന്നു. എന്നാലും ഒരു ഇച്ചിരി തണുപ്പ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയേക്കാമെന്ന് കരുതി. ഇതായിരുന്നു പിക്കപ്പ് പോയിന്റ്. നമ്മളിവിടെ വന്നു. ഇനി ഇവിടുന്ന് അവർ നമ്മളെ പിക്ക് ചെയ്ത് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ഒരു കോർഡിനേഷൻ ഇല്ല. ഇതൊക്കെ നമ്മൾ നടത്തിയിരുന്നെങ്കിൽ ഇവള് ഡൂൺ ബാഷിംഗ് എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ ഡൂൺ ബാഷിംഗ് ആണ് അവർ ചെയ്തത്. വളരെ മോശം, പരിതാപകരം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷേ ഒരു പോരാ, നമുക്ക് ക്വാഡ് ബൈക്ക് വെച്ചിട്ട് ബാഷിംഗ് ചെയ്യാം. അങ്ങനെ രാവിലെ ക്വാഡ് ബൈക്കിൽ കയറാൻ പോവുകയാണ്. ഞാനും കയറും. ആരും കൊണ്ട് കയറില്ല. ഞെക്കട എവിടെയെങ്കിലും, അവിടെ സ്വിച്ച് ഉണ്ട്. അവിടെ ഞെക്ക് ഞെക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചു കൊടുക്കുക. എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. നിനക്ക് വലത്തോട്ടല്ലേ പോകണ്ട, അപ്പോൾ വലത്തോട്ട് തിരിക്കണം. ഞെക്കി കൊടുക്കുക. താഴോട്ട് പോ. ഞാൻ തിരിച്ചു കൊടുത്താൽ മതി. 4 വീലുള്ള വണ്ടിയില്ലേ? പോട്ടെ, ഞെക്കി കൊടുക്ക്. അത് താഴെ ഞെക്കി പിടിച്ചോ. താഴെ പോട്ടെ. അവൻ്റെ അടുത്തോട്ട് നിർത്തിയാൽ ഞാൻ ഇടിച്ചു കൊല്ലല്ലോ. ഞെക്കിക്കോ. ഇവിടെ നിർത്തിക്കോ. പാവം ഈ ഒട്ടകത്തിന്. ഞാൻ ഇതൊക്കെ എതിരാണ് കേട്ടോ. ഈ ഒട്ടകത്തിന് മണ്ടയ്ക്കൊക്കെ കയറുന്നത് എനിക്കിഷ്ടമല്ല. ബട്ട് ഞാൻ ജീവിതത്തിൽ ഒരു ജീവിയുടെ മണ്ടയ്ക്ക് കയറിയിട്ടില്ലാത്തതുകൊണ്ട്. ഹായ് ക്യാമറ, ഹായ് ക്യാമറ, ഹലോ. കടിക്കുന്നുണ്ടോ നിന്നെ വായിക്കാതെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? പാവം കരയുവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്ത് തോന്നുന്നു? നീ ആ ക്യാമറന്റെ മുടി നോക്ക്. അപ്പുറത്തെ മുടി. ഇത് ഞാനും അത് നീയോ? ഈ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സുഖമല്ലേ? ഒട്ടകത്തിന് അവനെ ഉപദ്രവിക്കരുത്. 10 ഊരി അടിക്കാം. ദേശീയ മൃഗമാണ് ഒട്ടകപ്പക്ഷി. സ്നേഹം. ഇത് നമ്മുടെ പുറകെ അടുത്ത ഒക്ടാവും ടീമും വരുന്നുണ്ട്. ഞങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ,
तो मैम टच कर सकते हो, कुछ नहीं करेगा. कुछ नहीं करेगा. हाय. കണ്ട കുച്ച് नहीं करेगा. പക്ഷെ ഇതിനെ കൊള്ളത്തില്ല. ഇറങ്ങിക്കോളൂ. ചേതക്കിന്റെ മണ്ടയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്. കുതിര സ്ട്രെച്ച് ചെയ്യുന്നു. 2 കഴുതകൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹോയ് ഹോയ്. എന്താ ഇവിടെ കിടക്കുന്നത്? എനിക്ക് വേണ്ടി ഫോട്ടോ എടുത്ത് തന്നു മടിച്ച് കിടക്കുകയാണ്. സ്റ്റാൻഡ് ബോർഡിങ് ചെയ്യാൻ പോവുകയാണ് രാഹുൽ പിള്ളൈ. ആ ഇല്ല അപ്പം എങ്ങനെയുണ്ടായിരുന്നു പറയും. സോ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇപ്പോൾ വെതറൊക്കെ അടിപൊളി, നല്ല എൻജോയബിൾ വെതറാണ്. പക്ഷേങ്കിൽ ഡ്യൂൺ ബാഷിങ് വളരെ മോശമായിരുന്നു. വളരെ കുറച്ച് ഒരു 1-2 ഡ്യൂൺസിൽ മാത്രം പോയിട്ട് പെട്ടെന്ന് അവരെ ക്യാമ്പിൽ കൊണ്ട് ഇറക്കുമായിരുന്നു. ക്യാമ്പിലും കുറേയൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞാലും എല്ലാത്തിനും അങ്ങ് ഭയങ്കര ചാർജ് അല്ലടാ. ഈ കഴുതനെ ഒരു കുതിരയിലൂടെ വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാർജ് എടുത്തു. ഒരുപാടൊന്നും എടുത്തില്ല. അതെ. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ദൂരെ നമ്മളെപ്പോലെ തന്നെ വേറെയും പല ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂതർ ക്യാമ്പായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെയാണ്. പാക്കേജൊക്കെ എടുക്കുമ്പം സൂക്ഷിച്ചും കണ്ടുമൊക്കെ എടുക്കണമെന്ന് അപ്പം തോന്നി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിലോട്ട് വന്നു. കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ, അത്രേ പറയണ്ടായിരുന്നുള്ളൂ. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു സങ്കടത്തിലിരിക്കുകയായിരുന്നു ഞാനവിടെ. പോരാത്തതിന് നല്ല വിശപ്പും. ഞങ്ങൾ ഫുഡിന് വേണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ അവർക്ക് മാത്രം കൊടുക്കുന്നു. അവർ VIPs ആണ്. അവർ കുറച്ചുകൂടെ പൈസ കൊടുത്തപ്പോൾ അവർക്ക് അത് 50 dirhams ഉള്ളൂ കൂടുതൽ, പക്ഷെ അവർക്കത് ആക്സസബിൾ ആയി. അതും ശരിയാണ്. ഞങ്ങളിവിടെ 7 മണിയാവാൻ കാത്തുകൊണ്ടിരിക്കുക. വിശന്നിട്ട് വയ്യ. വിശക്കുന്നു ഗൈസ്.
സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സാധനങ്ങൾ തന്നു. അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വിചാരിച്ചു ഇനി വരുന്ന ഫുഡെങ്കിലും കുറച്ച് നന്നായിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഇത്രയും മോശം ഫുഡ് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല, അത്ര മോശം. പിന്നെ ഷോസൊക്കെ കുഴപ്പമില്ലായിരുന്നു. ബെല്ലി ഡാൻസ് കുറച്ചുകൂടെ നന്നാവെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ ഫുഡ് മഹാമോശം. ആകെ രസമായിട്ട് തോന്നുന്നത് അവിടുത്തെ ആക്ടിവിറ്റീസാണ്. അത് ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് കരാമയിൽ വന്നൊരു ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു.